നമ്മൾ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ലേണിംഗ് സൈക്കിളിൻ്റെ ഭാഗമായിട്ടും വരുമാന മാർഗ്ഗമായിട്ടും പിന്നെ നമുക്കൊരു പോക്കറ്റ് മണി സമ്പാദിക്കാനും എല്ലാം ആർട്സ് വരച്ച് വിൽക്കുന്നത്. അപ്പോൾ പേഴ്സണലൈസ്ഡ് ഡ്രോയിങ്സ് അല്ലെങ്കിൽ കമ്മീഷൻഡ് ആർട്ട് എന്ന് പറയുന്ന ഈ ഒരു വസ്തുവിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോ. ഏറ്റവും കൂടുതൽ പേര് ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡറുകൾ വരുന്ന ആ ഒരു ഫ്രീക്വൻസി അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിലാണ്. അതേസമയം ഈ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഗിഫ്റ്റ് ഗിവിങ്ങിൽ എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു ഡിന്നർ സെറ്റോ ക്ലോക്കോ വാച്ചോ അല്ലെങ്കിൽ ഡ്രസ്സ് ക്ലോത്ത്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുക. അതാണെങ്കിൽ എത്ര നമ്മളൊരു മാർക്കർ വെച്ചോ എന്ത് വെച്ച് മായ്ച്ചു കളഞ്ഞാലും എടുത്തു കളയാൻ പറ്റാത്തൊരു സാധനമുണ്ട്, MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അതായത് എത്ര രൂപയ്ക്കാണ് നിങ്ങളിത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ ആ ഒരു വസ്തു കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലാവും. മാത്രമല്ല ഇപ്പോൾ ആമസോണൊക്കെ വന്ന സ്ഥിതിക്ക് വളരെ ഈസിയും കൂടിയാണ്. അതേസമയം നമ്മളൊരു ആർട്ട് നമ്മളൊരാളെ കൊണ്ട് വരച്ചു കൊടുക്കുന്ന ഒരു ആർട്ടാണെങ്കിൽ അതിന് എത്ര രൂപ വരെ വേണേലും ആവാം, ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പ്രൈസ്ലെസ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റിയാണ് ആർട്ട് എന്ന് പറയുന്ന പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റിന് എപ്പോഴും ഒരു മുൻപന്തിയിലുള്ള ആ ഒരു സ്ഥാനം നൽകുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ സ്പെഷ്യലായ ഒരാളുടെ വെഡ്ഡിങ്ങോ ആനിവേഴ്സറിയോ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ആർട്ടിസ്റ്റിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ചെയ്യിപ്പിക്കാം. ഒരുപക്ഷെ ഏറ്റവും ബ്രില്യൻ്റ് ആൻഡ് വൈസ് ഡെസിഷനിലൊന്നായിരിക്കും അത്. അപ്പം ഞാൻ ഈ വരയ്ക്കുന്ന രീതികളെ പറ്റിയും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുമാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാനായിട്ട് മുമ്പത്തെ എപ്പിസോഡ്സ് എല്ലാം കാണണമെന്നൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കണം, വര പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു പോർട്രേറ്റ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അതിലൂടെ ഓരോ വീഡിയോസായിട്ട് കാണാം. ഇപ്പോൾ 2 വീഡിയോസാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാടായതുകൊണ്ട് പറയല്ല, നമ്മുടെ നാട്ടിലൊരു ആർട്ടിസ്റ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നല്ല അൾട്ടിമേറ്റ് പുച്ഛമായിരിക്കും. പക്ഷേ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. ഈ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ അവരെ അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പേരുണ്ട്. പിന്നെ ഈ ഒരു ചാനലിൽ ഞാൻ കൂടുതലായിട്ടും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്ന് എനിക്കറിയാം. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ തന്നെ ആർട്ടിസ്റ്റായ ആർട്സ് ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. ആ സുഹൃത്തിന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായം എന്ന് പറയുന്നത് ആ താഴെയുള്ള ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കൂടെയുള്ള ഒരു ബെൽ ഐക്കണിലൊരു എന്നെ ഒന്ന് വരച്ചു തരുമോ എന്നുള്ള ഒരു ചോദ്യം, അതിൽ നിന്നായിരിക്കും പലപ്പോഴും പലരും ആദ്യമായിട്ട് കാശ് വാങ്ങിച്ച് വരച്ചു തുടങ്ങുക. അന്ന് തുടങ്ങുന്ന ആ ഒരു സ്ട്രീക്ക് പിന്നെ ഒരുപാട് കാലത്തേക്ക് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് നമുക്ക് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ ബിഗിനേഴ്സ് ലക്ക് എന്ന് പറയുന്ന പോലെ ഒരുപാട് ഓർഡറുകൾ ഇങ്ങ് വരാൻ തുടങ്ങും. അങ്ങനെ വന്ന് ചിലപ്പോൾ നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ചില ഓർഡറുകളൊക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ വരെ വരും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഓർഡറുകൾ വരുന്നതെല്ലാം അങ്ങ് നിൽക്കും. പിന്നെ വർക്കില്ല, വരയില്ല. സത്യം പറഞ്ഞാൽ എന്താ ഇതിനകത്ത് സംഭവിച്ചത് നമ്മൾ അറിയണതിന് മുമ്പേ നമ്മൾ ഈ വരാമെന്ന് പറയുന്നതിനോട് നമുക്കുള്ള ഒരു ഇൻട്രസ്റ്റ് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പോൾ എന്താണ് ഈ ഓർഡർ വരുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറയുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്ലയൻസ് ആരാണെന്നുള്ളത് തിരിച്ചറിയണം. അതായത് ചിലപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലയൻസ് എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മുടെ പരിചയക്കാരായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളൊരു മോശമായിട്ടുള്ള ഒരു വർക്കോ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുത്താൽ തന്നെ അവർ നമ്മളെന്ത് വിചാരിക്കുന്നു വിചാരിച്ച് അവർ ഒരു മോശം അഭിപ്രായം ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മൾ ഈ പരിചയക്കാരെ മാത്രം ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ദർ ഇസ് എ ഹ്യൂജ് ചാൻസ് ദാറ്റ് യു മൈറ്റ് റൺ ഔട്ട് ഓഫ് ദം. അതേസമയം നമ്മളിപ്പോൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ ആദ്യമായിട്ട് നമ്മൾ റേറ്റ് പറയുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും ഓക്വേർഡായിട്ട് തോന്നുന്നത്. ആ വഴി ചിലപ്പോൾ കൂട്ടുകാർ നഷ്ടപ്പെട്ടൊന്നും ഇരിക്കും. സമയം സുഹൃത്ത് ബന്ധത്തിനിടയിൽ ഞാൻ പണം ഇട്ട് ഇളക്കാറില്ല എന്ന് പറയുന്ന സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. ലാക്ക് ഓഫ് വെറൈറ്റീസ്, അതായത് നമുക്കിപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങോ വാട്ടർ കളറോ പോലെ 1-2 വഴി മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്നാണെങ്കിൽ നമ്മൾ അതിൽ മാത്രമായിട്ടുള്ള വരച്ച ചിത്രങ്ങളാണ് നമ്മൾ എല്ലായിടത്തും പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് ആ ഒരു സർപ്രൈസ് ഫാക്ടർ എന്ന് പറയുന്നത് ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതായത് നമ്മളിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് അവർക്ക് നേരത്തെ അറിയാം. നമ്മളോടുള്ള പാർട്ടിസിപ്പേഷൻ വളരെ പാസീവ് ആവും, അത് വല്ലാണ്ട് കുറഞ്ഞു വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കൊരിക്കലും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റുകളൊന്നും എപ്പോഴും വർക്ക് ചെയ്തൊന്നും വരില്ല, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിയെന്ന് പോലും വരില്ല. അതിനൊപ്പം ഞാൻ പറഞ്ഞ വേറൊരു പ്രശ്നമാണ് ക്യാഷ് ബേസ്ഡ് പ്രോബ്ലം. സാധാരണ കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ 2000-3000 എന്നൊക്കെ അങ്ങ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ അപ്പം തന്നെ നിർത്തിപ്പോയെന്ന് വരാം. ഒരുപക്ഷെ നമ്മുടെ വർക്കിന് നമ്മൾ വിചാരിക്കുന്ന അത്രയുള്ള ഒരു ക്വാളിറ്റി ഇല്ലായിരിക്കാം. വി മേ നീഡ് ടു ഫേസ് ദ അഗ്ലി ട്രൂത്ത് ഹിയർ. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും നമ്മുടെ വർക്ക് കൊള്ളാമെന്ന് പറഞ്ഞ് അതിനൊരു തംസപ്പ് എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ ആളുകളും ചിലപ്പോൾ ദേ മേ ബി ജസ്റ്റ് ആക്ടിങ് നൈസ്. അവർ ചിലപ്പോൾ വിചാരിക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വാട്ട് വുഡ് വി ഫീൽ എന്ന് വിചാരിച്ച് വളരെ ബയസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ റിവ്യൂ ഉണ്ടാവുക. അപ്പോൾ
ഇതൊരു ജനറൽ ഓഡിയൻസിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഓഫ് കോഴ്സ് ദേ ആർ ഗോയിങ് ടു ബി റിയലി മീൻ ആൻഡ് ജഡ്ജി. ഇത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെയും പ്രശ്നം. അതായത് ഒരുപാട് പേര് നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതി നമ്മുടെ വർക്ക് കേമാവണമെന്നൊന്നുമില്ല. നമ്മൾ ഭയങ്കര പോപ്പുലർ ആയിരിക്കാം, പക്ഷേ നമ്മുടെ വർക്കിന് ആ ഒരു ക്വാളിറ്റി, അതായത് ഒരാൾ നമ്മുടെ വർക്ക് മേടിച്ച് അയാളുടെ സ്വീകരണ മുറിയിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി ചിലപ്പോൾ നമ്മുടെ വർക്കിന് ഇല്ലായിരിക്കാം. നമ്മുടെ മാർക്കറ്റിംഗ് പാളിയതുകൊണ്ടായിരിക്കാം. അതായത് നമ്മളിപ്പോൾ പരസ്യം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യം എന്താണ്? അതായത് ഞാൻ ഈ കാണുന്നത് പോലെയുള്ള ചിത്രങ്ങൾ ഈ പറയുന്ന റേറ്റിന് ഇന്ന സമയം കൊണ്ട് ചെയ്ത് തീർത്ത് തരുന്നുള്ളൊരു പ്രോമിസാണ്. അത് വ്യക്തമായ രീതിയിൽ റൈറ്റ് ഓഡിയൻസിനടുത്ത് എത്തിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരസ്യം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചിത്രങ്ങൾ ചിലപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള തകരാറായിരിക്കാം. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റും കമ്മീഷൻ വർക്കുകൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരില്ലേ നമ്മുടെ ഇടയിൽ. ചിലപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഇവിടെയായിരിക്കും. നമ്മളിപ്പോൾ ഒരു കമ്മീഷൻ വർക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഷെയർ ചെയ്യുമ്പോൾ കൂടുതലും അങ്ങനെ ചെയ്യുന്നത് നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ ചിത്രങ്ങളായിരിക്കാം. അവരത് ഷെയർ ചെയ്യും. അത് വളരെ നോർമലായിട്ടുള്ളൊരു പരസ്യമായിരിക്കാം. നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടി നമുക്കിതൊരു പ്രൊഫഷണൽ ബിസിനസ്സായിട്ട് തുടരണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ മാത്രം വരച്ചിട്ട് കാര്യമില്ല. നമുക്ക് തീർത്ത് പരിചയം പോലും ഇല്ലാത്ത ഒരാൾ നമ്മളെ വിശ്വസിച്ച് നമുക്ക് ഈ ഓർഡറുകൾ ഏൽപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അവർ കാണുന്നത് എന്താ? അവർ വിശ്വസിച്ച് നമുക്ക് ക്യാഷ് തന്ന് തരുന്ന ചിത്രം നമ്മൾ ഇതേപോലെ നമ്മുടെ പേഴ്സണൽ അഡ്വർടൈസ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രത്തോളം പേര് സ്വന്തം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഞാൻ ഈ പറഞ്ഞതിനകത്തുള്ള കാര്യം എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ. അതായത് സ്വയം ഒരു മോഡലായിട്ട് അവതരിപ്പിക്കാൻ പലർക്കും താല്പര്യമില്ലാത്തൊരു നാടാണ് നമ്മുടേത്. അതിപ്പോൾ വിദേശികൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവ് എഫക്റ്റാണിത്. നിങ്ങളുടെ ചിത്രങ്ങളുടെ സാമ്പിൾ കാണുന്ന ഒരാൾക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും വരും. അത് കൂടുതലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു മീഡിയത്തിലാണ് ഇത് സംഭവിക്കുക. കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു പോസ്റ്റിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഐഡിയോ അഡ്രസ്സോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ പോസ്റ്റ് കണ്ട ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടു, അയാൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. പക്ഷേ നോക്കുമ്പോൾ എന്തോരും ഡിസ്ക്രിപ്ഷനിൽ ഒരു ഐഡിയ ഇല്ല. ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം DM ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ വന്ന് മെസ്സേജ് ചെയ്യാൻ നോക്കുമ്പോൾ അത് മെസ്സേജ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്കേ പോവുള്ളൂ. നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അവരെയാണല്ലോ നമുക്ക് ക്ലയൻസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ മെസ്സേജ് ചെയ്യുമ്പോൾ അത് റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ മാത്രമാണ് കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴും കാണാൻ പറ്റിയെന്ന് പോലും വരില്ല. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് പോലും വരില്ല. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ക്ലയൻറ്റുകളെ നഷ്ടപ്പെടാം. വ്യക്തമായ പേയ്മെൻറ്റ് ഇൻഫോ ഇല്ലാത്തതുകൊണ്ട്, അതായത് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നവർക്ക് നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ടുള്ള UPI വാലറ്റ് പോലെയുള്ള വഴികളെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക. അതായത് അവർ പണം അടയ്ക്കാൻ നേരത്ത് ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ എന്ന് പറയുന്ന പോലത്തെ അപ്രോച്ച് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ തീർത്തും അൺപ്രൊഫഷണൽ ആണെന്ന്. അങ്ങനത്തെ ഒരാൾക്ക് അവർ രണ്ടാമതൊരു വർക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കില്ല. അത് മാത്രമല്ല വേറൊരാൾക്ക് അവർ റെക്കമെൻഡും ചെയ്യില്ല. ഇനി ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്താ ഒരു പരിഹാരം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പരിചയക്കാരെ മാത്രം ക്ലയൻസ് ആക്കാതെ കുറച്ചുകൂടെയും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴി കൂടുതൽ ജനറൽ ഓഡിയൻസിനെ കസ്റ്റമേഴ്സായിട്ട് തിരഞ്ഞെടുക്കാൻ നോക്കുക. അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ അടിസ്ഥാനപരമായിട്ട് മൊത്തത്തിലൊന്ന് പൊളിച്ചെഴുതേണ്ട അവസ്ഥയൊക്കെ വന്നെന്നിരിക്കാം. എന്നിരുന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അൺബയസ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് കിട്ടും. അതേപോലെയുള്ളൊരു സിസ്റ്റമാണ് ആർട്ട് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലോക്കലായിട്ടുള്ളതും ഗ്ലോബൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ആർട്ട് കമ്മ്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആർട്ട് കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ പല ആർട്ടിസ്റ്റുകൾ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉള്ളവരുണ്ടാവും. ഇവരുടെ അടുത്ത് നിന്നെല്ലാം നമുക്ക് പല ഇൻസൈറ്റ്സ് കിട്ടും. ഇതെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. മാത്രമല്ല നല്ലൊരു ആർട്ടിസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കസ്റ്റമേഴ്സിന് എപ്പോഴും താല്പര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെറൈറ്റി വർക്ക്സ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളോടായിരിക്കും. അതായത് ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങോ വാട്ടർ കളറോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ഒരു സോളിഡ് റേറ്റ് ആയിരിക്കും. അതേസമയം അതൊരു വേരിയബിൾ ആയിട്ടോ ഡിഫറൻ്റ് ആയിട്ടോ ഒന്നും പറയാൻ പോലും പറ്റില്ല. അതേസമയം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്സ് അറിയാമെന്നാണെങ്കിൽ ഈ രാമനാഥന് പെയിൻറ്റിങ്ങും വശമുണ്ടല്ലേ എന്ന രീതിയിലാണ് നമ്മുടെ ലൈനെങ്കിൽ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാനുള്ള സാധ്യത എന്തായാലും കൂടും. ഇനി അതല്ലെങ്കിൽ വേറൊരു മെത്തേഡുണ്ട്. നിങ്ങൾ യുണീക്കായിട്ടുള്ള ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമുണ്ട്. അതായത് ഇപ്പോൾ ചിലർ കോഫി ആർട്ട് ചെയ്യും, ചിലരെന്ന് പറഞ്ഞാൽ കളേഴ്സ് പെൻസിലും കൂടെ കോമ്പിനേഷൻ ഉപയോഗിച്ച് ചെയ്യും, ചിലർ അവരുടെ ക്രിയേറ്റിവിറ്റി ചിത്രത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ രൂപീകരിക്കും. ഇപ്പോൾ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള ആർട്ടുകളിലും കാരിക്കേച്ചേഴ്സിലൊക്കെ ക്രിയേറ്റിവിറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ആർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിനൊപ്പം ഞാൻ പറഞ്ഞ വേറൊരു പ്രശ്നമാണ് ക്യാഷ് ബേസ്ഡ് പ്രോബ്ലം. ഈവൻ ഇഫ് നിങ്ങളൊരു വെറൈറ്റി വർക്ക്സ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നിങ്ങളൊരു എക്കണോമിക് ആയിട്ടുള്ളൊരു പ്ലാൻ കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ഒരു സാധാരണ കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ 2000-3000 എന്നൊക്കെ അങ്ങ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ അപ്പം തന്നെ നിർത്തിപ്പോയെന്ന് വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എക്കണോമിക് പ്ലാനായിട്ട് ബാക്കപ്പ് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ
ഇതിന് ഈ ഒരു എക്കണോമിക് പ്ലാനിൽ എപ്പോഴും നിങ്ങളുടെ സാധാരണ മെറ്റീരിയലും മറ്റുമൊക്കെ ഉപയോഗിച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങൾ വില കൂടിയ പ്രൊഫഷണൽ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല, അത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. വളരെ വേഗം ചെയ്ത് തീർക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ്. നേരത്തെ ഞാൻ ക്വാളിറ്റീനെ പറ്റി പറഞ്ഞല്ലോ. അത് മാത്രമല്ല, ക്വാളിറ്റിയും വിലയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ചിത്രങ്ങളെ സ്വയം ഒന്ന് വിലയിരുത്തുക. പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അതേ റേറ്റിന് ചെയ്യുന്ന മറ്റ് ആർട്ടിസ്റ്റുകൾ, അത് ഒരാളെ മാത്രമൊന്നും ആയിരിക്കരുത്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ എടുത്തിട്ട് അവരുടെ ക്വാളിറ്റി ആയിട്ടൊന്ന് താരതമ്യം ചെയ്യാം. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിന് ക്വാളിറ്റി വളരെ കുറവാണെങ്കിൽ നമ്മുടെ വർക്ക് എന്നത് ഒരു ഓവർ റേറ്റഡ് എന്ന ടാഗിലായിരിക്കും പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഓർഡറുകൾ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യണമെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത് കൂടുതൽ മെത്തേഡ്സ് പഠിക്കുക, സ്വയം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതേസമയം നിങ്ങൾക്ക് വേണമെങ്കിൽ റേറ്റ് കുറയ്ക്കാം. അപ്പോൾ നഷ്ടത്തിൽ വിൽക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല. എന്നിരുന്നാലും നമ്മളിപ്പോൾ വില കൂടിയ മെറ്റീരിയൽസൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു റേറ്റ് കുറയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കുക, നമ്മളിപ്പോൾ എത്ര വില കൂടിയ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിന് ആനുപാതികമായിട്ടുള്ള ക്വാളിറ്റി നമ്മുടെ ചിത്രത്തിൽ ഇല്ലെങ്കിൽ ആരും നമ്മുടെ ചിത്രം വാങ്ങില്ല. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു പ്രയോറിറ്റി അത് ആദ്യമേ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ കൂടുതൽ ലൈക്സ് ആൻഡ് എക്സ്പോഷറാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ആ വഴി കണ്ടുവെന്ന് വരില്ല. അതേപോലെ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, കൂടുതൽ ക്ലയൻസ് ആൻഡ് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ലൈക്സ് മറ്റൊന്നും അതുപോലെ കിട്ടിയെന്നും വരില്ല. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മൊത്തത്തിൽ നമ്മളൊരു ചേഞ്ചൊക്കെ ചിലപ്പോൾ നടത്തേണ്ടി വരും. അതേസമയം കസ്റ്റമേഴ്സിനെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങളുടെ പോസ്റ്റുകളിലും സ്റ്റോറികളിലും അതനുസരിച്ച് മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 ലൈൻ, ഡിസ്ക്രിപ്ഷൻ്റെ ആദ്യത്തെ 2 ലൈനിൽ നമ്മൾ കൂടുതൽ പേഴ്സണലൈസ്ഡ് ഡ്രോയിങ്സ് അല്ലെങ്കിൽ കമ്മീഷൻ ഡ്രോയിങ് ക്ഷണിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റോറികളിലായാലും ഹൈലൈറ്റ്സിലായാലും ഇതിലെല്ലാത്തിലും നമ്മളെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം, നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാം. ഈ പ്രൈസ് ചാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമല്ലെങ്കിലും നിങ്ങൾ അത്യാവശ്യം എക്കണോമിക്കലായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ പ്രൈസ് ചാർട്ട് വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടരുതെന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തിനാണ് നമ്മൾ ഈ കമ്മീഷൻ വർക്കുകളൊക്കെ ഇടുന്നത്? നമ്മുടെ ഒരു പരസ്യമായിട്ട്. അതിപ്പോൾ മറ്റൊരാൾ നമ്മളെ വിശ്വസിച്ച് അവർ നമുക്ക് പേ ചെയ്ത് നമ്മളെ ഏൽപ്പിച്ച ഒരു ചിത്രം നമ്മൾ നമ്മുടെ പേഴ്സണൽ പരസ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ശരിയാണോ? അതിപ്പോൾ നമ്മുടെ എത്തിക്സിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലയൻറ്റ് നമുക്ക് എന്തിനായിരിക്കും നമുക്ക് ഓർഡർ തരുന്നത്? ഒന്ന്, അയാളുടെ പേഴ്സണൽ ഫോട്ടോ അയാൾക്കൊന്ന് വരച്ച് കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടോ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ മറ്റോ സൂക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടോ ആയിരിക്കാം. അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ആ ഒരു ചിത്രം ചോദിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഈ 2 രീതിയിലും നമ്മൾ ആ ഒരു ചിത്രം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സും എല്ലാ പാർട്ടും നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒരു സർപ്രൈസ് ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരു കമ്മീഷൻ വർക്ക്, അതായത് മറ്റൊരാൾ നമുക്ക് കാശ് തന്ന് നമ്മളെ ഏൽപ്പിച്ച, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വർക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു മീഡിയത്തിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. പക്ഷേ അതേസമയം നമ്മൾ എന്തെങ്കിലും അവിടെ പകരം പോസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. വി ഡെഫിനറ്റ്ലി നീഡ് സംതിങ് ടു അട്രാക്ട് ദ പീപ്പിൾ. ഇനി ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെട്ടേ പറ്റൂ. അതായത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു പരസ്യം ഉണ്ടാക്കണം. ഇപ്പോൾ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരയ്ക്കുന്ന ഒരുപാട് പേര് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അവിടെ എന്തായാലും ഒരു വരയ്ക്കുന്ന ഒരാളുണ്ടാവും. അപ്പോൾ അയാൾക്കൊരു വോൾ അല്ലെങ്കിൽ ഒരു ഗാലറി ഉണ്ടാവും. അതിനകത്ത് അയാൾ വരച്ച പലതരം ചിത്രങ്ങൾ അയാൾ ഡിസ്പ്ലേക്കും വെച്ചിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു ഗാലറി നമുക്കുണ്ടെങ്കിലേ അത് കാണുന്ന ഒരാൾക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാവുള്ളൂ, അതായത് നമുക്കൊരു നല്ല വർക്ക് തരാൻ. ഈ ഷോപ്പിംഗ് മാളിലുള്ളവരാണെങ്കിൽ അവരുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് എവിടെയാണ്? ആ ഒരു ഷോപ്പിംഗ് മാൾ, എൻ്റയർ ഷോപ്പിംഗ് മാളിൽ വരുന്ന ഓഡിയൻസാണ്. അതേസമയം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരസ്യം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനാണെങ്കിൽ അയാളുടെ എൻ്റയർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത് ആ പോസ്റ്റിൻ്റെ റീച്ച് എവിടെ വരെ എത്തുന്നോ അതുവരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ തന്നെ എന്തായാലും മറ്റുള്ളവരുടെ മുമ്പിൽ അഡ്വർടൈസ് ചെയ്തേ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ ചിത്രം വരച്ച് പ്രദർശിപ്പിക്കുകയും വേണം. അപ്പോൾ ആ ചിത്രങ്ങൾക്കായിട്ട് നമുക്ക് ഒരു 6 റെഫറൻസ് ഇമേജസ് തിരഞ്ഞെടുക്കാം. നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് പരിചയമുള്ള 6 പേര്. അതിപ്പോൾ ഓരോ ഫോട്ടോയും ഓരോ തരമായിരിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലത്. ഒന്നിപ്പോൾ ഒരു DSLR ഫോട്ടോ, മൊബൈൽ ക്യാമറ ഫോട്ടോ, സെൽഫി, ഫാമിലി ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ, പ്രിൻറ്റഡ് ഫോട്ടോ, അങ്ങനെ ഓരോന്നും ഓരോ തരം ആയിക്കോട്ടെ. ഈ ഫോട്ടോസ് എല്ലാമാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇനിയാണിത് ശരിക്കും ട്രിക്കി ആവുന്നത്. നമ്മളിപ്പോൾ ഈ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മൾ വരയ്ക്കാനുള്ള പല ആളുകളെ നമ്മൾ റെഫറൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ പല സർക്കിൾസിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരാളുടെ ഫോട്ടോ നമ്മൾ തിരഞ്ഞെടുക്കാം. അതേപോലെ റിലേറ്റീവ് സർക്കിൾസിൽ നിന്ന് തിരഞ്ഞെടുക്കാം, അക്വൈൻറ്റൻസ് സർക്കിൾസിൽ നിന്നോ അല്ലെങ്കിൽ വർക്ക് കൊളീഗ്സിൻ്റെ സർക്കിൾസിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ആളുകളുടെ ഫോട്ടോസ് തിരഞ്ഞെടുക്കാം. അതിപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള സ്കൂള്,
അതിൽ നിന്ന് നമുക്കൊരു ഫ്രണ്ടോ അങ്ങനത്തെ ഒരാളുടെ ഫോട്ടോ തിരഞ്ഞെടുക്കാം. പ്ലസ് ടു വരെയുള്ള സീനിയർ സെക്കൻഡറി സ്കൂൾ കാലത്തുനിന്ന് നമുക്കൊരു ഫോട്ടോ തിരഞ്ഞെടുക്കാം. വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ വല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാളുടെ ഫോട്ടോ തിരഞ്ഞെടുക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തിൻ്റെ ഫോട്ടോ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആളുകളുടെ ഫോട്ടോസ് തിരഞ്ഞെടുക്കാം. പക്ഷേ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് പ്രായമുള്ളവരും അതേസമയം യുവാക്കളും യുവതികളും പിന്നെ കുഞ്ഞുങ്ങളും അങ്ങനെ വിവിധമായിട്ടുള്ള ഏജസ് ഉള്ള ഫോട്ടോസ് തിരഞ്ഞെടുക്കുക. അതിനകത്ത് തന്നെ ഫാമിലി ഫോട്ടോ, സെൽഫി, ഇതൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തന്നെ പല ഡൈവേഴ്സ് ആയിട്ടുള്ള റെഫറൻസുകളായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. പിന്നെ വരച്ച് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ അടുത്തൊക്കെ അനുവാദം നേരത്തെ ചോദിച്ചിട്ടുണ്ടാവണം, അതായത് ഇവർ ഓക്കെ ആണോ എന്നുള്ളത്. മാത്രമല്ല നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇതൊരു സിംഗിൾ പോസ്റ്റായിട്ടോ മൾട്ടിപ്പിൾ പോസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലിടാം. ഇപ്പോൾ മൾട്ടിപ്പിൾ ഇമേജസ് ഉള്ള ഒരു സിംഗിൾ പോസ്റ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ പോസ്റ്റ് പിന്നീട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും ഈ ഒരുപാട് ഇമേജസ് ഉള്ളതുകൊണ്ട്. അതേസമയം ഒരുപാട് ഇമേജായിട്ട് നമ്മൾ 6 സെപ്പറേറ്റ് പോസ്റ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഗാലറിയിൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസ്പ്ലേ ചെയ്യാനും പറ്റിയിരിക്കും. എന്നിട്ട് വരച്ച ശേഷം നമ്മൾ ഇവരോട് പറഞ്ഞ് ഇത് ഷെയർ ചെയ്യാൻ പറയുക. ഇവർക്ക് എത്ര പേർക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. മാത്രമല്ല ഇത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഉള്ളവരാണ് മാക്സിമം നല്ലത്. നമുക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് അവർക്ക് ആ ഒരു ചിത്രം കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ചിത്രം അവർ കാണുമ്പോൾ ഒരു റിയാക്ഷൻ അതൊരു വീഡിയോ ആയിട്ട് എടുത്തു വെക്കാൻ നോക്കുക. കാരണം നമുക്കിപ്പോൾ റീൽസായിട്ടോ മറ്റോ ആയിട്ട് നമുക്ക് ഭാവിയിൽ ഒരു പരസ്യം ചെയ്യണമെന്ന് തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ അത് കാണുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് അവരൊന്നുകൂടെ അത് മനസ്സിലാക്കും, അതായത് എത്രത്തോളം സ്പെഷ്യലാണ് ഒരു ആർട്ട് എന്നതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് എന്നത്. അങ്ങനെ നമുക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടാം. ഈ മൊത്തം ഐഡിയയിലെ ലോജിക്ക് എന്നത് ഞാൻ തൊട്ട് മുമ്പത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആൾക്കാരെ വരയ്ക്കുന്ന ആ ഒരു റെഫറൻസുകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ കമ്പാരിറ്റീവ്ലി സെലിബ്രിറ്റീസിനേക്കാളും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഡിഫിക്കൽട്ടും ചലഞ്ചിങ്ങുമായിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് തെളിയിച്ചാൽ കൂടുതൽ ക്ലയൻറ്റ്സ് നമുക്ക് വർക്കുകൾ തരുള്ളൂ. അതേപോലെ നിങ്ങളിപ്പോൾ ഈ വരച്ച ചിത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർഡറായിട്ട് ആരും തന്ന വർക്കുകളല്ല, മറിച്ച് നിങ്ങൾ പേഴ്സണലായിട്ട് ചെയ്ത വർക്കുകളാണെന്ന് വ്യക്തമായി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആരെങ്കിലും നിങ്ങൾക്ക് ഓർഡർ തരികയാണെങ്കിൽ അത് നിങ്ങൾ പ്രൈവറ്റ് ആൻഡ് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കുന്നു വ്യക്തമായ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി കോൺടാക്റ്റ് ഇൻഫോ എന്നതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ക്ലയൻറ്റ് നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം DM റിക്വസ്റ്റാണ് തരുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ സമയത്ത് കണ്ടു എന്ന് വരില്ല. സമയത്ത് കണ്ടില്ലേ അതുകൊണ്ട് ഒരു ഉപകാരമില്ല, അറിയാലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ടേം ആഡ് ചെയ്യാം, കോൾ ദിസ് നമ്പർ ഫോർ മോർ പേഴ്സണലൈസ്ഡ് ഓർഡേഴ്സ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു ടേം ആഡ് ചെയ്താൽ അത് ചിലപ്പോൾ സഹായിക്കും. അത് മാക്സിമം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ 2 ലൈനിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ്റെ. അതേസമയം നിങ്ങൾ വാട്സാപ്പ് എന്നതിന് പകരം വാട്സാപ്പ് ബിസിനസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ എന്ന് പറയുന്നൊരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ഈ ഓട്ടോമാറ്റിക് റിപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ടാകും. അതായത് നമുക്ക് ആളുടെ അടുത്ത് വളരെ പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഒരു കാറ്റലോഗ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഈ വാട്സാപ്പ് ബിസിനസ്സിനകത്ത്. അതിനകത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു ചിത്രങ്ങളുടെ ഒരു പ്രദർശനം അവിടെ സൂക്ഷിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ വർക്കിൻ്റെ സാമ്പിൾസ് ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് പോയിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഓരോന്നോരോന്നായി തപ്പിപ്പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതേപോലെ ഈ ആർട്ട് ഷെയറിംഗ് പേജുകളിൽ ഒരുപാട് പേജുകൾ നമുക്ക് വ്യക്തമായ ക്രെഡിറ്റ്സ് നൽകാത്ത രീതിയിലാണ് അവരുടെ പേജിൽ നമ്മുടെ പോസ്റ്റ് ഫീച്ചർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പേജുകൾക്ക് കൂടുതൽ നല്ലത് കൊടുക്കാതിരിക്കുന്നതാണ്. ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, ആമസോൺ പേ, വാട്സാപ്പ് ഇതുപോലെയുള്ള എല്ലാ പേയ്മെൻറ്റ് വഴികളും നേരത്തെ തയ്യാറാക്കി വയ്ക്കുക. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇതിൽ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് നമുക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അവൈലബിൾ അല്ല എന്നുള്ള ഒരു ചെറിയ കാരണം കൊണ്ട് മാത്രം, ഈ ഒരു ടെക്നിക്കൽ കാരണം കൊണ്ട് മാത്രം നമുക്കൊരു ക്ലയൻറ്റിനെ നഷ്ടപ്പെടരുത്. അതേപോലെ തന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് വർക്ക് അവർ ചെയ്ത ശേഷം കസ്റ്റമേഴ്സ് അവരെ പറ്റിച്ചിട്ട് പോയ അവസ്ഥ. കൂടുതലും നമ്മളെ പറ്റിക്കുന്നത് നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മൾ പറ്റിക്കുകയുള്ളൂ. അതിനൊരു പ്രതിവിധിയുണ്ട്. പരിചയമുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ആദ്യമേ ഒരു അഡ്വാൻസ് മേടിച്ച് വെക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു 50% അഡ്വാൻസ് ആയിരിക്കാം. എന്നിരുന്നാലും നിങ്ങളിപ്പോൾ വരച്ച് കൊടുക്കുന്നതിൽ ആൾ നിങ്ങളെ പറ്റിച്ച് മുങ്ങിയാൽ തന്നെ നിങ്ങൾക്കൊരു നഷ്ടം വരരുത്. ഇനി നമ്മൾ വരച്ച ചിത്രം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് ഒരു മെയിൻ ടോപ്പിക്ക്. അതായത് നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്, എത്ര നാളെടുക്കും, ഏത് ക്വാളിറ്റിയിലാണ് വരയ്ക്കുന്നത്, അതേപോലെ തന്നെ എന്ത് രീതിയിലാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടാണോ അതോ നമ്മൾ ചുമ്മാ ചിത്രം അതേപോലെ തന്നെയാണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ടോപ്പിക്കിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ക്ലയൻറ്റിന് വിട്ടുകൊടുക്കുക. ക്ലയൻറ്റിന് അയാൾ സ്വതന്ത്രമായിട്ട് അയാളുടെ തീരുമാനം എടുക്കാൻ സമ്മതിക്കുക. ദാറ്റ്സ് മോർ പ്രൊഫഷണൽ. അതേസമയം അയാളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സജഷൻസ് കൊടുക്കാം. നമ്മളെക്കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്നതല്ലേ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയാം.
അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ചിത്രം നിങ്ങൾ ക്ലയൻറ്റിന് കൊടുക്കുമ്പോൾ അതിൽ നിങ്ങളുടെ കാർഡ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ഒരു ബെൽ ഐക്കണിലൊരു. സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടേക്ക് കെയർ. താങ്ക് യു.